എല്ലാരും വിചാരം എന്താണ്, ഞാൻ ഓരോ സ്പെഷ്യൽ ഓരോ ദിവസം ഉണ്ടാക്കുന്നത് കൊണ്ടുവന്ന് കാണിക്കണോ എന്തായിരുന്നു എല്ലാരും വിചാരം ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞപ്പോൾ പെരയിൽ സാധനം ഉണ്ടാക്കാനും കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. വിചാരിച്ചോ മുത്തൂസിന് കല്യാണം കഴിഞ്ഞ സമയത്ത് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനമായിരുന്നു കട്ട്ലേറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബാക്കിയൊക്കെ കല്യാണത്തിന് ശേഷം ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഇന്നിപ്പോ 2ാം നോമ്പാണ്. ഇന്നത്തെ പോലല്ലോ കേട്ടോ, ഇന്നും സത്യം പറഞ്ഞ നല്ല ക്ഷീണുണ്ട്. എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളത്? ഉന്നക്കായി. ഉന്നക്കായാണ്. പിന്നെന്താണ് ഇതെന്താണ്? കട്ട്ലേറ്റാ? ഇതെന്താ എന്നിട്ട് ഇങ്ങനെ ബ്രെഡിൽ മുക്കി വെച്ചിക്കാണ്. അപ്പൊ ഇന്ന് മുത്തൂസേ നോമ്പ് എങ്ങനെയുണ്ട് അതെന്ന് പറഞ്ഞേ. മുത്തൂസ് എങ്ങനെ ക്ഷീണം? മുത്തൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഓരോ വർക്കൊക്കെ തിന്നു അല്ലേ? അങ്ങനെയല്ല, പൊതുവെ നല്ല ചൂട് നല്ല ദാഹമാണ്. ക്ഷീണം ഉണ്ടെന്നിട്ട് നല്ല ക്ഷീണം ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാല് ഇന്നലെ എനിക്ക് വലുതായിട്ട് ഫീലും ചെയ്തില്ല. എന്നാ പക്ഷെ ഇന്നുണ്ടല്ലോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്ക് അത്ര ക്ഷീണം തോന്നിയില്ല. എനിക്ക് ഇന്നലെ എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വേറെ എന്തൊക്കെ മുത്തൂസ് സ്പെഷ്യൽ ഐറ്റംസുകള്? ദോശ ഉണ്ടാക്കിയില്ല. പിന്നെ എന്താ, ചിക്കൻ കറിയോ? കറിയല്ല, ഇന്നലത്തെ പോലത്തെ ചിക്കൻ വരട്ടെ സ്പെഷ്യലാണ്. മുത്തൂസ് അല്ലെങ്കിൽ അതിന് ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണ് അല്ലേ? ഇന്നലത്തെ അടിപൊളിയായിരുന്നു, മോശം പറയുന്നില്ല. ഇന്നലെ മുത്തൂസ് ഉണ്ടാക്കി അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്താ പറയുമ്പോ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക കൂടി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടാണ് അങ്ങനെ പറയാൻ പറ്റൂല. ചിക്കൻ അപ്പൊ ഇന്ന് ഉന്നക്കായിന്റെ റെസിപ്പി വേണ്ടതൊക്കെ മുത്തൂസിനോട് ചോദിച്ചോട്ടെ. മുത്തൂസ് പിന്നെ പറഞ്ഞുതരും. ഇപ്പൊ ഇന്നിപ്പോ പറയാൻ സമയമല്ല. ഒന്നുമില്ല, കാര്യമായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം അതേപോലെ തന്നെ കോഴിമുട്ടി അല്ലേ? അല്ല മുത്തൂസേ, ഇതെന്താണ്? ഇത് കട്ട്ലേറ്റ് അല്ലേ? മുത്തൂസ് പിന്നെ ഞാൻ പറയണ്ട വിചാരിച്ചു. മുത്തൂസിന് കല്യാണം കഴിഞ്ഞ സമയത്ത് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സാധനമായിരുന്നു കട്ട്ലേറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബാക്കിയൊക്കെ കല്യാണത്തിന് ശേഷം ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ കല്യാണത്തിന് മുന്നേ തന്നെ മരപ്പ തന്നെയല്ലേ അപ്പൊ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ അതിനെന്താ മനസ്സിലായത്, എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം പഠിച്ചതാണ്, എനിക്ക് വേണ്ടി പഠിച്ചതാണ് മുത്തൂസ്. അപ്പൊ അതാണ് വാസ്തവം. ഒരുവിധമുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ മുത്തൂസ് പെട്ടെന്നായിരുന്നു ഒരു കുടുംബനാഥിക ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തൂസ് എല്ലാം ശലപടയായി പഠിക്കേണ്ടി വന്നു. ഇപ്പാണെന്നുണ്ടെങ്കിലോ ഉമ്മയും കൂടി ഉണ്ടാക്കി കൊടുക്കാറില്ല, ഒറ്റയ്ക്ക് തന്നെ ഒക്കെ ഉണ്ടാക്കണം. കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോ ഇവിടെ വീട്ടിലൊരു സാധനം ഉണ്ടാക്കുന്നില്ല, ഒക്കെ അമ്മ ഉണ്ടാക്കി കൊണ്ടുവരണം. ഒന്നാമത് എനിക്ക് പണിയും തോരൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ വർഷം എല്ലാരും വിചാരം ഞാൻ കഴിഞ്ഞ വർഷം ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ റമദാനിൽ ഉണ്ടായിരുന്നത്. എല്ലാരും വിചാരം എന്താണ്, ഞാൻ ഓരോ സ്പെഷ്യൽ ഓരോ ദിവസം ഉണ്ടാക്കുന്നത് കൊണ്ടുവന്ന് കാണിക്കണോ എന്തായിരുന്നു എല്ലാരും വിചാരം ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞപ്പോൾ പെരയിൽ സാധനം ഉണ്ടാക്കാനും കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. പ്രാവശ്യം പിന്നെ എന്റെ മുത്തച്ഛനെ ഉണ്ടാക്കണേ. അതുകൊണ്ടാണ് സ്പെഷ്യൽ കുറവ്. അമ്മ ഉണ്ടാകുമ്പോ അമ്മ അപ്പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് മുത്തച്ഛന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തയക്കണം. എന്നിട്ട് അപ്പൊ അമ്മ ഉണ്ടാക്കി കൊടുത്തയക്കും ഞങ്ങൾക്കുള്ളത് അടക്കം. അങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളില്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഷോർട്ട് വീഡിയോ മാത്രം എല്ലാവരും കണ്ടിട്ട് നടക്കുന്നത് മാത്രം. എല്ലാവരും വിചാരം എന്നും ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ്, ഞാൻ ഭയങ്കര റിച്ചാണ്, എന്നും ഓരോരോ വെറൈറ്റി സ്പെഷ്യലാണ് എന്തൊക്കെയായിരുന്നു. പ്രാവശ്യം അൽഹംദുലില്ലാ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ദാരിദ്ര്യമില്ല. പ്രാവശ്യം അൽഹംദുലില്ലാ റാഹത്താണ്. മുത്തൂസ് തന്നെയാണ് ഒക്കെ ഉണ്ടാക്കുന്നത്.
അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോ വിചാരിക്കും ചെറുക്കം വലിയ സെറ്റപ്പാണ് അപ്പൊ സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഞാന് പറയില്ല ഇതുള്ളത് വാസ്തവം. ഇനി കട്ട്ലേറ്റും കൂടി പരിക്കുന്നു. കാണുന്നോല് വിചാരിക്കട്ടെ നമ്മള് റിച്ച് ആണെന്ന്. ആണ്. പിന്നെ ഷൂ അപ്പം കൂടി ഉണ്ടാക്കാണ്ടല്ലേ? ഷൂ അപ്പത്തിന് ഇത് വെള്ളം മറ്റേ അരി എടുത്തിട്ടുള്ള ഇനി ഇത് അരച്ച് പരുത്തിട്ടാണല്ലേ? മറ്റേ അന്ത്രപ്പാട് അജ്മീർ പോയിരുന്നു. അജ്മീർ ഒന്ന് വന്ന മുട്ടായി ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ മടവൂര് പോയേക്കും മുത്തൂസിനെ കൊണ്ടുപോകാതെ പോയിരുന്നു അല്ലേ മുത്തൂസെ? അതിന്റെ മുട്ടായി ആണത്. നോമ്പായതുകൊണ്ട് അങ്ങനെ ഇരിക്കണം. അല്ലാതെ എന്റെ മുത്തൂസ് ഇപ്പം തീർത്തിട്ടുണ്ടാവത്. നമ്മള് വത്തക്ക രണ്ടു തരം വത്തക്ക പഠിച്ചിരിക്കുന്നത്, മഞ്ഞ വത്തക്കയും ചുവന്ന വത്തക്കയും. ഇത് ഒന്ന് പുറം മഞ്ഞയും ഉള്ളു ചുവപ്പും, മറ്റേത് പുറം പച്ചയും ഉള്ളു മഞ്ഞയും. വെറൈറ്റി. വത്തക്ക പിന്നെ നോമ്പിന് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു സാധനമാണ് വത്തക്ക. കാരണം നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള. കാരണം നോമ്പ് ഇപ്പൊ ചൂട് നല്ല ചൂടല്ലേ. മുത്തൂസിന് ഇഷ്ടല്ല. മുത്തൂസിന് അല്ലെങ്കിൽ നല്ല നായിക്കറ്റില്ലായിരുന്ന പോലെ മുത്തൂസ് അങ്ങനെ ഒന്നും എല്ലാം തിന്നൊന്നുമല്ല. ഫ്രൂട്ട്സും തിന്നൂല. അത് നല്ലതല്ല, ശരീരത്തിന് നല്ലതല്ല ഫ്രൂട്ട്സ്. അതുകൊണ്ട് മുത്തൂസ് അത് തിന്നൂല. അല്ല മുത്തൂസേ? നല്ലതാന്ന് അറിയാത്തോണ്ടല്ലാന്നുള്ള എനിക്കും അറിയാം. നല്ല തിന്നൂല എന്നുള്ളതാണ്. ഇങ്ങനത്തെ നല്ല പാടുള്ള പണികളൊക്കെ മുത്തൂസ് എനിക്ക് തരും കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. ഓറഞ്ച് തൊലിക്ക, വത്തക്ക മുറിക്ക, ഫ്രൂട്ട്സ് റെഡിയാക്ക. മുത്തൂസ് ആ വെറുതെ എണ്ണയ്ക്ക് ഇടുന്ന പരിപാടി മാത്രം മുത്തൂസ് ചെയ്യും. വത്തക്ക അരിയണം, ഇതാക്കണം, എന്തൊക്കെ. ഞാനാകുമ്പോ വെറും കട്ട്ലേറ്റ് ഇങ്ങനെ ആയെങ്കിലും കിട്ടും. മുത്തൂസ് വെറുതെ കട്ട്ലേറ്റാണ് പൊരിക്ക. അത് മാത്രം മുത്തൂസിനുള്ള പണി. അപ്പൊ അത് ഉണ്ടാക്കാനാ ഉണ്ടാവണ്ടേ? ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചോ. മുത്തൂസേ എന്തായി? എന്റെ പണികളൊക്കെ കഴിഞ്ഞോ? ഇനി ദോശം ചുടാൻ മാത്രമല്ലല്ലോ, വെള്ളം കലക്കാണ്ട്, ചായ ഉണ്ടാക്കാണ്ട്, പിന്നെ പാത്രം വെക്കാണ്ട്, പിന്നെ അടിച്ചു വാരാണ്ട്, ഇതൊക്കെ സാധാരണ ഒരു സാധാരണ എല്ലാ വീട്ടിലും ചെയ്യുന്ന പണികളല്ല ഇതൊക്കെ. നിങ്ങളെ കുട്ടികളൊക്കെ എങ്ങനെ ചെയ്യല്? എന്നോര് പറയട്ടെ, നിങ്ങളെ കുട്ടികളൊക്കെ ഇത് ഇങ്ങനെ ചെയ്യല്? അടിച്ചൊരു തുടക്കലും പാത്രം പോറലും ഇതൊക്കെ ഉണ്ടാക്കിയാലും കുട്ടികളെ കുളിപ്പിച്ചാലും ഒക്കെ നിങ്ങളല്ലേ ചെയ്യണത്. കരിച്ചുണ്ടാക്കണം. എന്താ ഓല കളി കണ്ടില്ലേ? ഒരാളെ കണ്ടില്ലേ മണ്ണ് വാരി കളിച്ചണു? ഒരുത്തത് വരുന്നു. അങ്ങനെ ക്ഷീണം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താ വെച്ചതാ, ബൈക്കാണ്. ബൈക്ക് കണ്ടില്ലേ? ബൈക്ക് ഇതിൻ്റെ മറുകാട് ഞാൻ ഫുള്ള് പൊട്ടിയിരുന്നു. അപ്പോൾ മറുകാട് ഇല്ലാതെയാണ്. മറുകാട് പൊട്ടിയിട്ട് മറുകാട് മാറ്റാൻ വേണ്ടിയിട്ട് പൊളിയുന്നൊരു മറുകാടൊക്കെ എടുത്തോണ്ടെന്നു. മറുകാട് എടുത്തോണ്ടെന്നപ്പോൾ ഇത് ഓനെ നോക്കിയിട്ട് പറഞ്ഞത് അതിന് പറ്റൂല കാരണം. ഇതിന് എന്താക്കണം, നമ്മളെ കൈപ്പണി കൊണ്ട് റെഡിയാക്കിയിട്ട് ഹോളൊക്കെ വലുതാക്കി ഞാൻ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതുമ്പോൾ കുറച്ച് മല്ലിക്കെട്ടി, പിന്നെ മേലെ പുതിയൊരു ടാങ്ക് മേടിച്ചേക്കണു. അപ്പം അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു. ഒക്കെയാണ് ഒന്നാമത്തെ ക്ഷീണം ഉണ്ടായത്. ടാങ്ക് ഞാൻ ഒറ്റക്ക് മേലേക്ക് വലിച്ചു കയറ്റി 1000 ടാങ്ക്. ഞങ്ങൾ രണ്ടാളും പിടിച്ചെന്നു, സാലിയും ഞാനല്ലേ മേലെന്ന് ഒറ്റക്ക് വലിച്ചേറ്റിയത്. വെറുതെ താഴെ അതിന്റെ വർക്കുന്ന ഇളകില് ശ്രീനിവാസൻ കൈയച്ചോ വെറുതെ കൈയച്ചോ, ബാക്കി ഞാൻ വലിച്ചു കയറ്റി. പഠിച്ചാണ്ട് അവർക്ക് ടീച്ചർ സ്നാക്സ് എടുത്തില്ല എത്ര? എന്നാ അത്ര പരാതി പറഞ്ഞ തീർന്നോണ്ട് പിന്നെ ഇപ്പൊ മുണ്ടാണ്ടിരിക്കണം ടീച്ചറിനെ കുറിച്ചിട്ട്. വായിക്കാത്തവർക്ക് സ്നാക്സ് കൊടുത്തില്ല. എന്റെ കുട്ടി സ്നാക്സ് ഒക്കെ തിരിച്ചു വേണം നിൽക്കാം. അപ്പൊ നോമ്പ് തരേണ്ട സാധനങ്ങളൊക്കെ സെറ്റായോ?
അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചു കൊടുത്ത എന്തൊക്കെയാണ്? ഉന്നക്കായ, കട്ട്ലേറ്റ്, പിന്നെ ദോശ ഉണ്ടാക്കി, പിന്നെ ചിക്കൻ പിന്നെ ചായയും നമ്മളെ സാധാരണ ഫ്രൂട്ട്സ് ഐറ്റംസും അല്ലേ? എത്ര ഐറ്റംസുകളാണ് ഇപ്പൊ നല്ലത്? നാരങ്ങള അരക്കിയത്. ഇന്നലെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത്. ഒന്നോളം മടിച്ചിട്ട് എന്താക്കി? നാരങ്ങള ഉണ്ടാക്കി. എനിക്ക് നാരങ്ങ ഇഷ്ടം. കൊറേ കുടിക്കണം വെള്ളം. അപ്പൊ അതിന് നാരങ്ങ ഒരാളെ കണ്ടില്ലേ? ഓൻ ഇപ്പൊ തന്നെ തീറ്റ തുടങ്ങിയിരിക്കണോ? ഓനക്ക് മാത്രം നോമ്പില്ലാത്ത, ബാക്കി ഞങ്ങക്ക് മൂന്നാൾക്ക് നോമ്പുണ്ടില്ലല്ലേ ധാന്യ? അഞ്ചു കുട്ടി കണ്ട, 5 കുട്ടിക്ക് നോമ്പുണ്ട്. ഇതൊന്നും പറയണ്ട, എനിക്ക് മാത്രം നോമ്പില്ലാത്ത. അല്ലല്ല, ഓർക്കുണ്ട് എനിക്ക് മാത്രമില്ലാത്ത. അങ്ങോട്ട് ഓർക്ക് നോമ്പുണ്ട്. ഇല്ല ധാന്യക്ക് നോമ്പില്ലേ? എന്നിട്ട് നോക്ക്, എന്നിട്ട് പറയും നോമ്പില്ലേ? അപ്പൊ നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ തരാം. ബൈ.